ഇത് കണ്ടാൽ എന്താണെന്ന് പയറും പച്ചപ്പയർ ചേരമൂട്ടത്തിട്ടതാണ്. അതും അതിൻ്റെ കുറച്ച് ഇലയും കൂടെ ചേർത്ത് നമ്മൾ കറി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമുക്കൊരു കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട്. അത് ഒരുക്കിയെടുത്തപ്പോൾ ഒരു വളമേ ഉള്ളൂ. ഇത് തന്നെ കറി വയ്ക്കാനില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് ഇല കൂടെ ചേർത്ത് ഇതിനോട് കറി വെക്കാം. ചേനയുടെ മുട്ടത്ത് ചോട്ടി നട്ട പയറുകളാണ്. കർക്കിടക മാസം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓരോന്നൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയും പയറ് കിട്ടിയുള്ളൂ. ഇത് തന്നെ നമുക്ക് കറി വെക്കാനില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി പയറിൻ്റെ നാമ്പും ഇലയും എല്ലാം കൂടെ ചേർത്ത്, അപ്പം നാമ്പ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ഇലയൊക്കെ കൂടെ ചേർത്ത് ഇത് കറി വെക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകി വാരി അടുപ്പത്ത് വെച്ച് വേവാൻ വെച്ചിട്ട് പോയി ഇല റെഡിയാക്കി കൊണ്ടുവരാം. പയർ അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. നമുക്കൊരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് പോയി മുളക് അരപ്പും റെഡിയാക്കാം. അല്പം ഇലയും അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇല അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് മുളക് അരയ്ക്കാം. മുളകും ഉള്ളിയും തേങ്ങയും അല്പം മഞ്ഞളും ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് പയർ എന്തായി എന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരല്പം എണ്ണയും ഒഴിക്കാം. ആ പയർ വെന്ത് വെള്ളം പറ്റുമ്പോൾ എണ്ണ മയം കൂടെ അതിൻ്റെ പുറത്തുണ്ടെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റാണ്. പയറുമണി ഇലക്കറിയുടെ കൂടെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വെള്ളം പറ്റി കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് ഇല കറി വയ്ക്കും. അടുത്ത അടുപ്പിലേക്ക് തീ കത്തിച്ച് ഒരല്പം കൂടെ വെള്ളം പറ്റാനുണ്ട്, അതിനായിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇല കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കും. അടുപ്പത്ത് വെച്ചു, വെള്ളം പറ്റി. നമുക്കൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇലയല്ലേ, ഒരൽപ്പം എണ്ണ എന്തായാലും ഒഴിക്കണം. ഇനി ഇലക്കറിയല്ലേ, ഒരൽപ്പം ജീരകം ഇടാം. കടുകും നമുക്ക് വേണം ഇടാട്ടോ. ഇട്ടേക്കാം. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ അരിഞ്ഞ് വെച്ച നാമ്പും ഇലയും, പയറിൻ്റെ നാമ്പ് കുറവായിരുന്നു, ഇലയായിരുന്നു കൂടുതൽ. ഇലയും ഒരൽപ്പം മുളക് അരച്ചതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം, കട്ട കെട്ടാതെ. ഒരൽപ്പം തേങ്ങ കൂടിയാലും കുഴപ്പമില്ല, കാരണം പയറിനകത്ത് ഇടാനുള്ള, പയറും കൊണ്ട് ഇടാനുള്ളതാണല്ലോ. പയറിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമ്മൾ തീ നിർത്തി നമുക്ക് ഇല ആദ്യം ഇട്ട് കൊടുക്കാം. പയറിന് അല്പം ഉപ്പ് ചേർത്തതായിരുന്നു. ഇലയ്ക്കുള്ള ഒരു പൊടിക്ക് ഉപ്പ്. ഇലയ്ക്കാകുമ്പോൾ തീരെ കുറച്ച് ഉപ്പ് മതിയല്ലോ. അപ്പം ഇലയിലും ആ എണ്ണയെല്ലാം ഒന്ന് പിടിച്ചു. ഇനി നമുക്ക് ഇലയ്ക്കകത്തേക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കും. അല്ലേ, ഇത്രയും കുറച്ചും കൂടെ ഇല വേണേലും നമുക്ക് ചേർക്കായിരുന്നു. പിന്നെ നമ്മുടെ ഇത്രയും മതിയല്ലോ നമുക്ക് രണ്ടു പേർക്ക് കൂട്ടാൻ. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇലയുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പയറിൻ്റെ പകുതി ഇട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. എണ്ണയ്ക്കകത്ത് ഇടുന്ന എന്താ ആ പയറുമണി ഇലക്കറിയുടെ കൂടെ ഓരോന്ന് കഴിക്കുന്നു. നമുക്ക് പയർ ഒരു കറിക്ക് തികഞ്ഞില്ലെങ്കിൽ
ഇങ്ങനെ ചേർക്കുമ്പം ഗുണവും കൂടും, ടേസ്റ്റും കൂടും, ഒക്കെ അളവും കിട്ടും. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം ചേർക്കാം. പയറ് മണി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഉപ്പൊക്കെ ഉണ്ട്, പയറിനൊഴിച്ച് ഉപ്പ് മതിയായിരുന്നു. അപ്പം നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഒരു അല്പം കൂടെ വെള്ളം തുറന്നാൽ മതി. ഞാനൊന്ന് അടുത്ത് കാണിക്കാം. ഉണ്ടോ, 5-10 പയർ കിട്ടിയാലും നമുക്കതിനെ ഒരു പിടി പയർ നാമ്പല്ലായിരുന്നു കേട്ടോ, ഇലയായിരുന്നു കൂടുതൽ. പയറിൻ്റെ നാമ്പോ ഇലയോ കൂടെ ചേർത്ത് ആദ്യം കറി വെക്കുമ്പോൾ നമുക്ക് ഒരു 5-6 അച്ചിങ്ങാപ്പയറും 2 പുളിയും പയറും പയറിൻ്റെ നാമ്പും കൂടെ കിട്ടും. ഇപ്പം 3-4 പ്രാവശ്യം പറിച്ചതായതുകൊണ്ട് നാമ്പ് കുറവായിരുന്നു. ചിലയിടത്തൊക്കെ പയറും കഴുത്തെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. പിന്നെ പയറിലയും നല്ലതാണ്. കർക്കിടകത്തിൽ 10 ഇല കൂട്ടണമെന്നാണല്ലോ. അപ്പം നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ പോഷകസമൃദ്ധമായ കറികളൊക്കെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കൂട്ടുക. നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.